കാൽപാദത്തിന്റെ ആകൃതിയിലുള്ള അമ്പലക്കുളവും ആനയുടെ ആകൃതിയിലുള്ള പാറയുടെ ചുവട്ടിൽ പ്രാണപ്രതിഷ്ഠ ചെയ്തതോ അല്ലെങ്കിൽ ക്ഷേത്രം നിർമ്മിച്ചതോ ആളായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ സമാധി സ്ഥലവും അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുള്ള കോഴിക്കോട് ജില്ലയിലെ ബാവുപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. വടകരയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുവള്ളൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനമുള്ള ശിവപ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം. ഏതു വേനലിലും വറ്റാത്ത ഒരു കിണർ എല്ലാ നാട്ടിലും ഉണ്ടാവും. എന്നാൽ പാറമുകളിൽ ഒരു കിണറും കുളവും ക്ഷേത്രത്തിന്റെ വിശുദ്ധി കാത്ത് വറ്റാതെ നിൽക്കുന്നു. നൂറ്റാണ്ടുകളായി ഈ കുളവും കിണറും ഒരേ നിലയിൽ ജലസാന്നിധ്യം നൽകി നിൽക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെയേറെ ഉയരത്തിലാണ് ഈ ക്ഷേത്രം. സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ പാറമുകളിൽ തപസനുഷ്ഠിച്ചിരുന്ന ബ്രാഹ്മണർക്കു വേണ്ടി പരമശിവൻ പാറമേൽ തന്റെ കാലമർത്തി സൃഷ്ടിച്ചതാണ് കുളമെന്ന് ഐതിഹ്യം. കാലിന്റെ മടമ്പും വിരലുകളും പാറമേൽ തെളിഞ്ഞു കാണാം. ഏതു വേനലിലും കുളം വറ്റാറില്ല. പെരുമഴക്കാലത്ത് നിറഞ്ഞു കവിയാറുമില്ല. സമീപ പ്രദേശത്തെ താഴ്ന്ന സ്ഥലങ്ങളിലെ കിണറുകളും കുളങ്ങളും വറ്റി വരളുമ്പോഴും ബാവുപ്പാറയിലെ ഈ പച്ചത്തടാകം ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഐതിഹ്യ പെരുമകൾക്ക് വിശ്വാസത്തിന്റെ ബലം നൽകുന്ന പ്രകൃതിയുടെ കാഴ്ചകൾ തിരുവള്ളൂരിലെ ബാവുപ്പാറയിൽ കാണാം. പ്രഭാതം ശക്തി സ്വരൂപൻ മഹേശ്വര പാദത്തിൽ, ശക്തി സ്വരൂപൻ മഹേശ്വര പാദത്തിൽ